നമസ്കാരം. തീ പിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഒരു പാരമ്പര്യ യാഥാസ്ഥിതിക ഇസ്ലാമിക കുടുംബത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ഇന്ന് കർത്താവിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ അലി ഫിലിപ്പിന്റെ ജീവിതത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. താൻ സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി ഒരുപാട് കഷ്ടതകളും സങ്കടങ്ങളും വേദനകളും പീഡനങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ വിശ്വാസത്തിൽ നിന്ന്, താൻ സ്വീകരിച്ച വിശ്വാസത്തിൽ നിന്ന് കടുകടയ്ക്ക് വ്യതിചലിക്കാതെ കർത്താവിന് വേണ്ടി നിലപാടെടുക്കുന്ന ബ്രദർ അലി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടാം. ബ്രദറെ, സ്വാഗതം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത, ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി തോന്നാൻ സാധ്യതയുണ്ടല്ലോ. ഈ അലി ഫിലിപ്പ്, അലി ഒരു ഇസ്ലാമിക നാമമാണ്, ഫിലിപ്പ് ക്രിസ്ത്യൻ പേരുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഈ കൂട്ടി യോജിക്കാനുണ്ടായ കാരണമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് വിശദീകരിക്കണം. എൻ്റെ പേര് അലി മുഹമ്മദ് എന്നാണ്. എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര് അലി മുഹമ്മദ് എന്നാണ്. അത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷമാണ് അലി ഫിലിപ്പ് എന്ന് അറിയപ്പെടാനായിട്ട് ഞാൻ തുടങ്ങിയത്. 1985 ആദ്യമായിട്ട് ഞാൻ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഈസാ നബിയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഖുർആനിൽ. പിന്നീടാണ് ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒന്നല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്കൊക്കെ കടന്നു വന്നത് പിന്നീട്. പക്ഷെ പൊതുവിൽ നമുക്ക് അതിൻ്റെ ഒരു വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയുടെ ഈ മാറ്റത്തിൻ്റെ കഥകൾ നമുക്കറിയണം. എങ്കിലും ഒറ്റ വാക്കിലും ചോദിക്കട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ ധ്യാന ഗുരുക്കന്മാരിൽ പലരും പഠിപ്പിക്കുന്നതൊക്കെ ഈ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും രണ്ടും ഒരാളാണെന്നും ഇതൊരു ജ്യേഷ്ഠാനുജ സഹോദര ബന്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള മതവിശ്വാസങ്ങളാണെന്നും ഒക്കെയുള്ള പ്രബോധനങ്ങളുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ആദ്യകാലത്ത് എനിക്കും ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആധികാരികമായി ബൈബിളും ഇസ്ലാമിക ചരിത്രങ്ങളും എല്ലാം കൂടെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടും രണ്ട് തന്നെയാണ്, ഒരാളല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചത്. ആദ്യം വരെ കുറച്ചു കാലം വരെയൊക്കെ ഞാൻ രണ്ടും ഒന്നാണ് എന്നൊക്കെ ഉള്ളതായ ആ ചിന്താഗതി വെച്ച് പുലർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. എന്നാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പഠിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങളും ബൈബിളും ഖുർആനും ഒക്കെ ആഴത്തിൽ ഇറങ്ങി പഠിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് രണ്ടും രണ്ട് വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരമ്മ രണ്ടും രണ്ടാണ്. ഈസായുടെ അമ്മ എന്ന് പറയുന്നത് മോശയുടെ പെങ്ങളാണ്. യേശുവിന്റെ അമ്മ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ. അപ്പൊ രണ്ടും ഏകദേശം 1500ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് അവര്. വ്യത്യാസമുണ്ട്. ആറൂന്റെ സഹോദരിയാണ് ഈസായുടെ അമ്മ മറിയം എന്ന് പറയുന്നത്. മോശയുടെ പെങ്ങള് അമ്രാന്റെ മകള് ആണ് ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ ഖുർആനിൽ പല പ്രാവശ്യവും ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതാ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിലാണ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം രണ്ടും രണ്ടാണ്, ഒന്നല്ല. ഇന്ന് അറിയായ്മ കൊണ്ട് പല വ്യക്തികളും ഇതുപോലെ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങയുടെ ബാല്യകാലത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ബാല്യത്തിൽ അങ്ങ് തീർച്ചയായിട്ടും മദ്രസയിലൊക്കെ പോയി കൃത്യമായ നിഷ്ഠകളോടുകൂടി തന്നെ 5 നേരം നിസ്കരിക്കുകയും ഖുർആൻ വായിക്കുകയും മറ്റെല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു പാരമ്പര്യ വിശ്വാസ കുടുംബത്തിലാണല്ലോ ജനിച്ചത് വളർന്നത്. അതെ അതെ. ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ചെറുപ്പത്തില് ജനിച്ചതിന് ശേഷമായിട്ട് എനിക്ക് ഏകദേശം ഒരു 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഉമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഞങ്ങൾ 2 മക്കളാണ്. നേരെ ഇളയത് ഒരു പെണ്ണ്. ഉമ്മ മരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ 4 അമ്മാവന്മാരാണ് ഞങ്ങൾക്കുള്ളത്. 4 അമ്മമാർക്ക് ഒരു പെങ്ങള്. ഞങ്ങൾ അവർ 5 മക്കളാണ്. അപ്പോൾ ഈ പെങ്ങള് മരിച്ചതോടുകൂടെ പിന്നെ പെങ്ങളെ ദത്തെടുത്ത് എൻ്റെ പെങ്ങളെ ദത്തെടുത്ത് അവരാണ് പിന്നെ അവർ പഠിപ്പിച്ചതും കല്യാണം കഴിച്ചതും വിവാഹം അയച്ചു കൊടുത്തതെല്ലാം. എന്നെ പിതാവ് വിട്ടില്ല.
എന്നെ നോക്കണം എന്ന് പറഞ്ഞ് ഏകദേശം 40 ദിവസം പോലും തികയാതെ പിതാവ് പുനർവിവാഹം കഴിക്കുക. രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക ഭദ്രതയുള്ളതായ ഒരു കുടുംബം. അപ്പനെന്തായിരുന്നു ബിസിനസ്? അപ്പനെ പല ബിസിനസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, പിന്നെ റബ്ബർ കച്ചവടം ഉണ്ടായിരുന്നു, പലചരക്ക് കച്ചവടം ഉണ്ടായിരുന്നു, ചുക്ക്, കുരുമുളക്, അങ്ങനെയൊക്കെയുള്ള ബിസിനസ് ഉണ്ടായിരുന്നു. പലചരക്ക് സാമാന്യ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. പിന്നെ അത്യാവശ്യത്തിനൊക്കെ തന്നെ കുറെ തെങ്ങും തോട്ടം ഉണ്ടായിരുന്നു, തേങ്ങ കിട്ടും, പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു വെട്ടാനൊക്കെ ആയിട്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബം. അങ്ങനെ ശരിക്കും ഭാര്യ മരിച്ച് 40 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത വിവാഹം കഴിച്ചു. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നവരെ വലിയൊരു പ്രശ്നമൊന്നുമില്ലായിരുന്നു വീട്ടില്. വലിയ സന്തോഷമില്ലെങ്കിൽ തന്നെയും വലിയൊരു പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടിയാണ് എന്റെ കഷ്ടകാലം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. എന്നെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കുക, എന്നിട്ട് എന്നാ പിന്നെ പങ്ങളങ്ങ് പോയില്ലേ, ഇതില്ലല്ലോ, പിന്നെ എന്നെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അപ്പന്റെ എല്ലാ സ്വത്തും രണ്ടാനമ്മയ്ക്കും രണ്ടാനമ്മയുടെ മക്കൾക്ക് സ്വന്തമാവുമല്ലോ എന്ന രീതിയിൽ എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. വലിയ പീഡന. അപ്പൊ എൻ്റെ പിതാവ് വാസ്തവത്തിൽ ഒരു മുൻകോപിയായിരുന്നു. ആരെന്ത് പറഞ്ഞാലും എടുക്കില്ല, രണ്ടാനമ്മ പറഞ്ഞു മാത്രമേ പിതാവ് എടുക്കുകയുള്ളൂ. ആ രീതിയിൽ വളരെ പീഡനം സഹിച്ചാണ് ഓരോ ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോയത്. എന്തെങ്കിലും രാത്രിയിൽ ആണ് കട അടച്ചു വരാം. ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും. പല കടകളല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏകദേശം വീട്ടിലോട്ടൊക്കെ വരുന്നത് വലിയ ചൂടൊക്കെ അല്ലെങ്കിൽ കോപത്തോടും അല്ലെങ്കിൽ ടെൻഷനോട് കൂടിയൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ടെൻഷന് മുറ്റത്തേക്ക് ഇറങ്ങും രണ്ടാനമ്മ. എന്നിട്ട് എന്നെ കുറിച്ചുള്ള പരാതികളായിരിക്കും ആദ്യമായിട്ട് അങ്ങ് പറയാം. എന്നിട്ട് പിന്നെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ടെൻഷൻ എൻ്റെ മേലായിരിക്കും തീർക്കുന്നത്. അപ്പൊ ആ മുൻകോപിയായ അപ്പൻ വലിയ വിറക് കൊള്ളി തന്നെ രണ്ടാനമ്മ എന്ത് ചെയ്യും, അപ്പൻ എന്ന് എടുത്തിടും. പിന്നീട് അത് എടുത്തിട്ടായിരിക്കും പ്രയോഗം എന്ന് പറയുന്നത്. അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. സഹിക്കാൻ കഴിയാത്ത ചെറുപ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വീട് വിട്ട് യാത്രയായി. സഹിക്കാൻ പറ്റാ ഒളിച്ചോടി പോയി. അങ്ങനെ നേരെ എത്തിയത് ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചമ്രവട്ടത്തെ ഒരു ഹോട്ടലില്, അപ്പൊ ഒരു ഹോട്ടലിലൊക്കെ ഉള്ളത് കൊണ്ട് ഹോട്ടലിന്റെ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ഹോട്ടൽ കയറി ഒരു ജോലി ചോദിച്ചു. അപ്പമില്ല, അമ്മയില്ല, വാപ്പയൊക്കെ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി ചെറുപ്പത്തില്, വാപ്പയും മരിച്ചു, അനാഥനാണ് എന്ന് പറഞ്ഞപ്പോ ഈ ഹോട്ടൽ ഉടമയ്ക്ക് എന്നോട് ദയുണ്ടായി. അദ്ദേഹം ഒരു ജോലി ആ ഹോട്ടലിൽ എനിക്ക് തന്നു. അങ്ങനെ വളരെ സന്തോഷം. വലിയൊരു പ്രശ്നമില്ലല്ലോ, പീഡനങ്ങളൊക്കെ, ചെറിയ ജോലി ആണ് അദ്ദേഹം തന്നത്. വലിയ ടേബിൾ കൊടുക്കാനോ ഒരു ചായ എടുത്തു കൊടുക്കാനൊക്കെ ഉള്ളൊരു ജോലി അദ്ദേഹം തന്നു. അത് സന്തോഷമായിരിക്കുമ്പോഴേ എങ്ങനെയോ വാപ്പ പറഞ്ഞു ഞാൻ ചമ്രവട്ടത്തുണ്ടെന്ന്. അപ്പൊ ഈ വീടും ചമ്രവട്ടം എന്നായിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളു. അപ്പൊ എപ്പോഴും ആൾക്കാർ ഈ പല കടയിലേക്ക് വരുമ്പോ കാണാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോ ആരോ വന്നിട്ട് പറഞ്ഞു ഇന്ന അടുത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പയുടെ ഉമ്മയും ജീവിച്ചിരിക്കുന്ന. അപ്പൊ വാപ്പയുടെ ഉമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു. അവര് പറഞ്ഞാലൊന്നും വാപ്പ കേൾക്കുകയില്ല. രണ്ടാനം എന്ത് പറയുന്നു അത് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോ അവിടെ വന്നു, പിടിച്ചു കൊണ്ടുവന്നു. കുറച്ചു കാലത്തേക്ക് ഒന്നും വലിയൊരു പ്രശ്നം ഉണ്ടായില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ പ്രശ്നമായി, വീണ്ടും അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൂട്ടുകാർ പറഞ്ഞു, അലി ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ അടിയൊക്കെ സഹിക്കാനും ഇതിലെന്നെല്ലാം തരണം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചത്. ഒരല്പം മദ്യം കഴിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും, എത്രമാത്രം എന്നെ അടിച്ചാലും നീ അറിയില്ല എന്ന് പറ. അപ്പൊ ഞാൻ പറഞ്ഞു അത് പാവമല്ലേ, നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളങ്ങനെയല്ലേ പഠിപ്പിച്ച മദ്രസിലൊക്കെ. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ മദ്രസിൽ പോവുകയും പഠിക്കാനൊക്കെ നല്ല താല്പര്യം, വായിക്കാനൊക്കെ അന്നൊക്കെ നല്ല താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അത് നമ്മൾ പ്രവാചകൻ പോലും മദ്യം കഴിച്ചിട്ടുണ്ടല്ലോ, അതൊരു വലിയൊരു പാവമല്ല. അപ്പൊ അതുകൊണ്ട് നീ കുറച്ച് മദ്യപിച്ചാലൊന്നും വലിയ പ്രശ്നമില്ല, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്യും
ഇതൊരു നല്ല ആശയമാണെന്ന് വാസ്തവത്തിൽ എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് അടി കിട്ടും, മർദ്ദനം ലഭിക്കും എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ, അപ്പൊ പൈസക്കൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു, ഏതെങ്കിലും കടയിൽ പോയിരിക്കും, കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചായക്ക് 10 പൈസ വിലയുള്ളൂ, പുട്ട് 6 പൈസയൊക്കെ, അങ്ങനെ പുട്ട് അതുപോലൊക്കെ ഉള്ള സാധനത്തിന് ഒക്കെ വിലയുള്ളൂ. ഏതെങ്കിലും ഒരു 10 രൂപ 5 രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ, അപ്പൊ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും കടയ്ക്ക് അതിനകത്ത്, അതിൽ നിന്നൊരു 5 or 10 എടുത്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല, നമ്മൾ ആവശ്യം നടക്കുകയും ചെയ്യും. അങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് രാത്രി വന്ന് എന്നെ വിളിച്ചുണർത്തും, ഞാൻ അറിയില്ല, ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും കിടന്നുറങ്ങി. എഴുന്നേൽപ്പിച്ച് ഈ പറഞ്ഞതുപോലെ വിറക് കൊള്ളി കൊണ്ട് അടിച്ച്, ഇപ്പൊ ഞാനൊന്നും അറിയില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും എൻ്റെ ശരീരമെല്ലാം പൊട്ടി രക്തമെല്ലാം കട്ട പിടിച്ച് അവിടെ ഇവിടൊക്കെ കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോഴായിരിക്കും വേദനയൊക്കെ ഉണ്ടാകുന്നത്. കുറച്ചു കാലം ഇങ്ങനെ മുമ്പോട്ട് പോയി. ഇതിനും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വാസ്തവത്തിൽ കാണാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ. ഈ മദ്യത്തിനും അത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോവുക. പല ദിവസങ്ങളിലും ആഹാരം പോലും കഴിക്കാതെ ഉറങ്ങാതെ നേരം വെളുപ്പിച്ച രാത്രിയിൽ രാത്രി എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അമ്മ രണ്ടാനമ്മ ഭക്ഷണം തരത്തില്ല, എന്നാൽ മറ്റു മക്കൾക്കൊക്കെ അവർ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. എനിക്ക് ഭക്ഷണം തരാതെ പീഡിപ്പിക്കുകയും ഏതെങ്കിലും രീതിയിൽ എന്നെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നീട്. അപ്പോൾ അതിനെൻ്റെ പഠനം ഏകദേശമൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ നാട് വിടുക. അപ്പൊ ചെറിയൊരു പയ്യൻ എന്നുള്ള നിലയിൽ എത്രമാത്രം നമുക്ക് പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ സഹിക്കാനൊക്കെ ആയിട്ട് പറ്റും, മറ്റൊരു സഹായം ഇല്ലാതെ. അങ്ങനെ സഹിക്കെട്ട് കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ആരും കാണാത്ത ഇടത്തേക്ക്. എങ്ങോട്ടായിരുന്നു പോയത്? ആദ്യമായിട്ട് പോയത് കർണാടകയിലേക്കാണ്. അവിടെ ഇവിടെയൊക്കെ പോയി. മറ്റുള്ളൊരു ജോലിയും നമുക്ക് കിട്ടാനില്ലല്ലോ, ഹോട്ടല് പണി എന്നുള്ളതല്ലാതെ നമുക്ക് അത്രമാത്രം ഒരു പണിയില്ല. പല ഹോട്ടലുകളിലും കർണാടകത്തിൽ നമ്മൾ ജോലി ചെയ്തു, പല ഇടങ്ങളിലും. അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടുന്ന് നേരെ കിട്ടിയ വണ്ടി എന്ന് പറയുന്നത്, ട്രെയിൻ എന്ന് പറയുന്നത് ബോംബെക്കായിരുന്നു. ബോംബെയിലെത്തി നേരെ ഒരു SR ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഹെൽപ്പറായിട്ടൊരു ജോലി. ആകെ കിട്ടുന്നത് 10 രൂപ സാലറിയാണ്. ഈ 10 രൂപയില് 2 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് കൊടുക്കണം. കഴിച്ച് 8 രൂപ കൊണ്ട് ഉടുതുണിക്ക് മറുപടിയില്ല. അപ്പൊ ഈ ഡ്രസ്സ് മാത്രം ഇട്ടാണ് രാത്രിയിൽ വരും, ഇത് കഴുകിടും, പകുതി ഉണങ്ങും, അതിനകത്ത് ഡീസലും ഗ്രീസും ഇതൊക്കെ ഉണ്ടാകും, അത് കഴുകിടും, രാവിലെ അത് എടുത്തിട്ട് പോകും. അപ്പോഴിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ കിടന്ന് ഉണങ്ങും, രാത്രി വീണ്ടും വരും. അങ്ങനെ ഏകദേശം 3.5 വർഷത്തോളം അങ്ങനെ ഈ രീതിയിൽ മുമ്പോട്ട് പോയി. വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടില്ലായിരുന്നു ബോംബെയിൽ. അപ്പോഴേക്കിനെന്ന് പറഞ്ഞാൽ ബോംബെയിലല്ലേ ജീവിക്കുന്നത്, ഒരു പകുതി ഒരു റൗഡിയായി തീരുന്നിരുന്നു ആണിതല്ലേ നില. അപ്പോഴേക്കിനും എൻ്റെ ഓപ്പറേറ്റർ ക്രെയിൻ വിട്ട് പോയി. അപ്പോഴേക്കിന് മാനേജർ വിളിച്ച് എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയതിൻ്റെ ആ ജോലി എനിക്ക് കിട്ടുകയാണ്. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് 3.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ആ കമ്പനിയിലെ ഓപ്പറേറ്ററായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ അത്യാവശ്യം അപ്പോൾ തന്നെ നല്ല ഒരു സാലറിയായി, സ്വതന്ത്രമായി. ഞാൻ അത്യാവശ്യം പൈസ വരവ് തുടങ്ങി. അതിന്റെ പുറമെ പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് വരവ് തുടങ്ങി. ആരെങ്കിലുമൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി വന്നതിന്റെ അതിനെ കിട്ടും. അപ്പോഴേക്കും എൻ്റെ കഷ്ടപ്പാടും പ്രയാസം ദുഃഖങ്ങളൊക്കെ മാറി. അപ്പൊ ചിന്ത തുടങ്ങി, എനിക്കാരുമില്ലല്ലോ, വാപ്പയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല, ഉമ്മയാണ് മരിച്ചു, ബന്ധുക്കളില്ല, ഒരു കോംപ്ലക്സ് തന്നെ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങി. ആരുമില്ലാത്തൊരവസ്ഥ, സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു അനുഭവം. അങ്ങനെ കൂട്ടുകാർ കൂടി വീണ്ടും മദ്യപാനത്തിലേക്ക് അങ്ങ് ചായയാണ്. മദ്യം കഴിക്കാൻ തുടങ്ങി കൂടുതലായിട്ട്. കാരണം സാലറി, നല്ലൊരു സാലറി ഉണ്ട്, ആരെയും ആശ്രയിക്കേണ്ടതായി ആവശ്യമില്ല. അങ്ങനെ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു.
അങ്ങനെ കൃത്യനിഷ്ഠത എല്ലാം നഷ്ടം പോയി. കൃത്യസമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങ് എത്തി. അങ്ങനെ ശമ്പളം കിട്ടിയ ഒരു പ്രാവശ്യം നല്ലവണ്ണം കുടിച്ചു കൂട്ടുകാരുമായിട്ട്. അന്ന് രാവിലെ എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. എഴുന്നേറ്റ് അതിന് 11 മണിക്കാണ്. അങ്ങനെ എഴുന്നേറ്റ് നേരെ കമ്പനിയിൽ എത്തിയപ്പോൾ തന്നെ വാച്ച്മാൻ പറഞ്ഞു, മാനേജറെ കണ്ടിട്ട് ജോലി പ്രവേശിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. ശരിയെന്ന് പറഞ്ഞ മാനേജറെ ക്യാബിനിലേക്ക് ചെന്നു. എന്നെങ്ങനെ നോക്ക്. അദ്ദേഹം ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. അദ്ദേഹം എങ്ങനെ നോക്കിയിട്ട് ആദ്യം എന്നോട് ചോദിക്കാൻ, ഇന്നലെ രാത്രി നല്ലവണ്ണം കുടിച്ച് സുബോധം നഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ സമയം എത്രയായെന്ന് അറിയാമോ, എന്റെ ഡ്യൂട്ടി ടൈം എപ്പോഴാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാറേ അങ്ങനെ സംഭവിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, ഒരു കവർ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, സാറേ ഇതെന്താന്ന് ചോദിച്ചു. തുറന്ന് വായിക്കാൻ പോയി. തുറന്ന് വായിച്ചപ്പോ അത് സസ്പെൻഷൻ ലെറ്റർ ആയിരുന്നു. എന്നെ ഒരു സമയം വരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. എന്തിനാണ് സാറേ എന്ന് ചോദിച്ചു. നിന്റെ ജീവിതത്തിനൊരു മാറ്റം ഇല്ലാതെ തന്നെ നിന്നെ തിരിച്ചെടുക്കലെന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിൽക്കുന്ന 1-2 ദിവസം, ഏറിയെന്ന ഒരാഴ്ച സമയം എന്നെ മാറ്റി നിർത്തുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എന്നെ തിരിച്ചെടുക്കുന്നില്ല. ഞാൻ വീണ്ടും ചെന്നു. സാർ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്നോട്, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ നിന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് കമ്പനിയുടെ അഭിപ്രായം. അപ്പോൾ ഇതിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കടം വാങ്ങിച്ച് ഓരോ മാസവും കിട്ടുന്ന ശമ്പളം ഏകദേശം അന്ന് 10-15,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ആ കിട്ടുന്ന ശമ്പളം ഞങ്ങളെല്ലാം തന്നെ മാസം തീരുമ്പോൾ നമ്മളെ കുടിച്ചോ അല്ലെങ്കിൽ ആർക്കും കൊടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചോ കൊടുത്തൊക്കെ തീരുമായിരുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ച് കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ജോലിയില്ല. വേറെ പോയി ജോലി അന്വേഷിച്ചാൽ തന്നെ നീ എവിടെ ജോലി ചെയ്തിരുന്നു നീ ചോദിക്കും, ഇങ്ങോട്ട് വിളിക്കും. എന്തുകൊണ്ടാണ് അല്ലി പോയത്? ഞാൻ മദ്യം കഴിച്ച് ജോലി ചെയ്യത്തില്ല എന്ന് പറയും. അപ്പൊ ജോലി തരികയില്ല. ഒടുവിൽ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നോ? ഇല്ല. അങ്ങനെ നേരെ നാട്ടിലെത്തുകയാണ്. നിവൃത്തിയില്ലാതെ നാട്ടിലെത്തുന്നു. ഒരു തീരുമാനം എടുക്കുക. എന്നെ പീഡിപ്പിച്ച 2-ാമയെ വെറുതെ വിടുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തി വീട്ടിൽ തന്നെ എത്തുന്നു. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബോംബെയില് ചില വർഷങ്ങൾ ജീവിച്ചപ്പോൾ തന്നെ ബോംബെയിൽ ഒരു ഏകദേശം ഒരു ചെറിയ ചട്ടമ്പിയായിട്ടോ ഒക്കെ ആയിട്ട് ഞാൻ മാറിയിരുന്നു. എന്ത് തന്നാലും തിരിച്ചടിക്കുക, പിടിച്ച് നിൽക്കണം വീട്ടിൽ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി തന്നെ അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞാൻ ഒരു ഭാരമായിട്ട് മാറി. പ്രശ്നങ്ങളില്ലാത്ത, കേസുകളില്ലാത്ത, ഏകദേശം ആ സമയത്ത് 34ഓളം കേസുകൾ, അടിയും പൊടിയും വഴക്കും ഒക്കെ ആയിട്ട് കുടിക്കും, പ്രശ്നം ഉണ്ടാക്കും, ആരെങ്കിലും പിടിച്ചു പോകാൻ തോന്നുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ ഒരിക്കലും ഇതുപോലെ വാപ്പ വടിയെടുത്തു അടിക്കാനായിട്ട്. വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ വാപ്പ എന്നോട് പറഞ്ഞു, എന്നെ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. വാപ്പ ഒരു വടിയെടുത്തപ്പോൾ ഞാൻ വലിയ നീളമുള്ള ഒരു പട്ടിക കഷ്ണം എടുത്തിട്ട് പറഞ്ഞു അടിക്കുന്നു പറഞ്ഞു. ആ ആദ്യത്തെ അലിയല്ല ഇപ്പൊ, എല്ലാം കൊണ്ടു നിൽക്കാനൊക്കെ ആയിട്ട്. അതോടുകൂടെ വീട്ടിൽ നിന്നുള്ള പീഡനം ഒതുങ്ങി. അടിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പനെ അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പന് പകരം പിന്നെ 2-ാമയല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നെ അപ്പം തൊട്ടാൽ നിന്റെ ഭാര്യ ഞാനുണ്ടല്ലോ അടിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയൊരു പട്ടിക കഷ്ണം എടുത്തത്. അതോടുകൂടെ വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങ് തീർന്നു. വീട്ടുകാരെന്നെ എല്ലാം കൈവിട്ടു. പിന്നെ വലിയൊരു പ്രശ്നമില്ല. പിന്നെ പോലീസ് കേസും അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. എൻ്റെ ഇടയിൽ എൻ്റെ വല്യമ്മ, ഉമ്മയുടെ ഉമ്മ, അമ്മാവന്മാരൊക്കെ തീരുമാനമെടുത്ത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല അവനെ. അങ്ങനെ വല്യമ്മയും എന്നെ പ്രത്യേകിച്ച് അമ്മാവന്മാരും കൂടെ ഒക്കെ ചേർന്ന് പല മുസ്ലിം പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകും. അതില് പ്രധാനപ്പെട്ട പല നമ്മുടെ ധ്യാനേന്ദ്രങ്ങളിൽ ധ്യാനത്തിന് കൊണ്ടുപോകുന്നതല്ലേ? അതുപോലെ വേണ്ടി വിടുന്ന. അതെ. അങ്ങനെയൊക്കെ പടയിലടുത്ത് പോകും. നമ്മളെ വേളാങ്കണ്ണിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ പ്രത്യേകിച്ചുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഉള്ള ബന്ധത്തിൽ നമ്മളെ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ, അന്ന് വാഫക് തങ്ങളൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി എന്നെ പ്രാർത്ഥിച്ച് പല പ്രാവശ്യം മന്ത്രിച്ചൂരെന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടുപോയും പിന്നെ പലയിടങ്ങളിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ
കൊണ്ടുപോകാനും പ്രാർത്ഥിക്കാനും ദാനങ്ങളും ധർമ്മങ്ങളും പുണ്യവും പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ എനിക്കും നന്നാവണം എന്നുണ്ടായിരുന്നു, മനസ്സിൽ ആഗ്രഹമുണ്ട് നന്നാവണം എന്നൊക്കെ ഉള്ള കാര്യം. പക്ഷെ ഇവിടെയൊക്കെ പോയിട്ടൊന്നും തന്നെ നന്നാകാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അജ്മീർ, ഇന്ത്യയിലെ രാജസ്ഥാനില്. അവിടെയും പോയി പ്രാർത്ഥിക്കുകയും ദാനങ്ങളും ധർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലൊരു ജീവനിലൊരു മാറ്റം ഉണ്ടായില്ല. അതുപോലെ തന്നെ ബോംബെയിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്, കടലിലാണ്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഉള്ളതായ അവസരങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും ഒരു യാതൊരു മാറ്റം ഉണ്ടായില്ല. അവസാനം എൻ്റെ ഒരു അമ്മാവന്മാര് ചില ആൾക്കാർ ഗൾഫിലുണ്ട്, സൗദിയിലുണ്ട്. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, അവൻ നന്നാവണം. നിങ്ങൾക്ക് 4 പെങ്ങന്മാർക്ക് ഒരു മോനല്ലേ ഉള്ളത്, അതുകൊണ്ട് എന്നെ നന്നാക്കണം. ഒരേ ഒരു മാർഗമുണ്ട്, മക്കയിൽ പോയാൽ അവന് ഈ കുടിക്കാനൊന്നും കിട്ടുകയില്ല. നീ മക്കയിൽ കൊണ്ടുപോയാൽ മതി, അവൻ ഹജ്ജ് ചെയ്തോളും, അവിടെ നന്നായിക്കോളും എന്നൊക്കെ പറഞ്ഞ് എന്നെ മക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു വിസ വന്നു, മക്കയിൽ പോകാനായിട്ടുള്ള വിസ വന്നെങ്കിലും എൻ്റെ സർട്ടിഫിക്കറ്റില് സർട്ടിഫിക്കറ്റും ഈ വിസയിലും കൂടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പട്ടയിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. അപ്പൊ ചില പട്ടാലി ഇല്ലെന്നങ്ങ് മാറ്റിയിട്ട് പെട്ടെന്ന് പട്ടയെന്ന് എല്ലാവരും അങ്ങ് വിളിക്കുക. ചില ആൾക്കാരും അലി പട്ടാന്ന്, പക്ഷെ ഒറിജിനൽ പട്ടയിൽ എന്നാണ് ഞങ്ങളെ വീട്ടുപേര്. അപ്പൊ ഈ കടയിലൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് ഓമന പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അതുപോലെ ഈ വിസ വന്നപ്പോ സർട്ടിഫിക്കറ്റിലെ പേരല്ലായിരുന്നു, വിസയുടെ ഉള്ളതായിരുന്നു. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് വന്നതോടുകൂടി എല്ലാവരും കൈവിട്ടു. അള്ളാഹു പോലും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ മാനസികമായി അങ്ങനെ തകർന്ന് കുടിച്ച് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പോലീസ് കേസായി, മുമ്പും പിമ്പും അടയപ്പെട്ടതുപോലൊരു അനുഭവം. അപ്പൊ ഈ ഹജ്ജിന് പോക്ക് മുടങ്ങിപ്പോയി. എവിടെയും നന്നാക്കാൻ പറ്റുന്നില്ല, ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. പുണ്യസ്ഥലത്ത് പോയി അവിടുന്ന് രക്ഷയില്ല, മക്കയിലേക്ക് പോകാനായിട്ട് വിചാരിച്ചു, അവിടെ രക്ഷയില്ല. ഏത് രീതിയിലും അടയപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവം. അതായത് മുൻപിൽ സകല വാതിലുകൾ അടഞ്ഞു. ബൈബിളിൽ വായിക്കുന്നുണ്ട്, മുൻപും പിമ്പും എന്നെ അടച്ചു എന്നുള്ളൊരു വാക്യമുണ്ട്. അപ്പൊ മുമ്പും നമുക്ക് മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, നമുക്ക് പിൻപോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങ് വന്നു. പിന്നെ ഒരേ ഒരു വഴി എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി. ഇനി ജീവിക്കുന്നില്ല, നാട്ടുകാർക്കും ബുദ്ധിമുട്ട്, വീട്ടുകാർക്കും ബുദ്ധിമുട്ട്, ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തപ്പോൾ എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് അറിയില്ല. നമ്മളെ മദ്യത്തിൽ വിഷം കഴിക്കണോ, ട്രെയിനിന്റെ മുമ്പ് ചാടണോ, കെട്ടിത്തൂങ്ങി ചാടണോ എന്നൊക്കെ പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങ് വന്നു. അതെങ്ങനെ എന്ന് ചിന്തിക്കുക, എങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടത്, എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ, മരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ബാഗ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ. അപ്പൊ ചെറിയ പുതിയ നിയമവും ചില പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അദ്ദേഹം നടക്കും. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. പെന്തക്കോസുകാരനായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ, നിന്റെ വളരെ ജീവിതം വളരെ പരിതാപകരമാണല്ലോ, ഞാൻ നിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അന്നത്തെ കാലത്ത് എനിക്ക് ക്രിസ്ത്യാനിയോട് ഏറ്റവും വലിയ ദേഷ്യം, ഹിന്ദുക്കളോട് അത്രയും ദേഷ്യമില്ലായിരുന്നു. കാരണം ചെറുപ്രായത്തിൽ തന്നെ മദ്രസയിൽ പഠിപ്പിച്ചപ്പോ ബൈബിള് തിരുത്തിയതാണ്. ക്രിസ്ത്യാനികള് അവരെ ബൈബിള് തിരുത്തി 3 ദൈവത്തെ ആരാധിക്കുന്ന പിതാവൊരു ദൈവം, പുത്രനൊരു ദൈവം, പരിശുദ്ധാത്മാവ് വേറൊരു ദൈവം. യേശു കേവലം ഒരു പ്രവാചകനായ യേശുവിനെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ദൈവമാക്കി പൊടിച്ചു കൊണ്ടടക്കുന്നു. അപ്പൊ ഈ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളോട് അന്ന് ഏറ്റവും വലിയൊരു ദേഷ്യമായിരുന്നു. പ്രത്യേകിച്ച് കാരണം ഈ ചില കാരണങ്ങൾ, ബൈബിള് തിരുത്തിയ കാരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങളിൽ ക്രിസ്ത്യാനികളോട് ഏറ്റവും, എന്നാ ഹൈന്ദവരോട് അങ്ങനെയുള്ള ഒരു ദേഷ്യം ഒന്നില്ലായിരുന്നു. അദ്ദേഹം വന്ന് സംസാരിച്ചു. അദ്ദേഹം പോയപ്പോ അദ്ദേഹം ഒരു പുതിയ നിയമവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ തന്നു.
പുസ്തകം കയ്യിൽ തന്നപ്പോ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ക്രിസ്ത്യാനികളുടെ ദേഷ്യമുണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ തിരുത്തപ്പെട്ട ഗ്രന്ഥമല്ലേ, പിന്നെ എനിക്ക് എന്തിനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ദേഷ്യത്തോടു കൂടെ ഞാനത് അങ്ങ് വലിച്ചെറിഞ്ഞു, ഈ പുസ്തകം അങ്ങോട്ട്. ഇത് കണ്ടപ്പോ അദ്ദേഹം പേടിച്ചു. അദ്ദേഹം കൂടുതലൊന്നും സംസാരിക്കാതെ അദ്ദേഹം അങ്ങ് പോയി. അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റ് എന്നും ഇരിക്കുന്നവരുണ്ട്. അവിടെ ഇരിക്കുമ്പോഴാണ് ആ വലിച്ചെറിഞ്ഞ പുസ്തകം ഇവിടെ തന്നെ കിടക്കുക. ഞാൻ പോയി അത് എടുത്ത് ഈ ചെറിയ പുസ്തകം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പുസ്തകമായിരുന്നു. അതിനകത്ത് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഉള്ള പാപം, അത് ഓരോ മൃഗത്തെ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മയില് സൗന്ദര്യം, അതുപോലെ ഈ സിംഹം, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഓരോ മൃഗങ്ങളെ കൊണ്ട് ഇതിനകത്ത് പാപങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഹൃദയം അങ്ങ് നിറഞ്ഞിരിക്കുക മനുഷ്യന്റെ. അപ്പൊ അതിനകത്ത് ദൈവവുമില്ല. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടക്കാനായിട്ട് വാളുമായിട്ട് നിൽക്കുക. ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അതിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പാപം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇതിനങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. അതങ്ങ് വായിച്ചപ്പോ ഞാൻ അങ്ങ് നടുങ്ങി. വാസ്തവത്തിൽ ഇതിനേക്കാളും ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ്? എത്രമാത്രം ഇതിനേക്കാൾ കൂടുതൽ പാപം ഞാൻ ചെയ്തിട്ടില്ല. ഇതിൽ കുറച്ച് പാപത്തിന്റെ കണക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ പാപം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അവസാനം ഈ ഒരു ചോദ്യം ചോദിക്കുക, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും പോവുക? അപ്പൊ ഞാനത് വാസ്തവത്തിൽ അതങ്ങ് ഞെട്ടിപ്പോയി ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് പുതിയ നിയമം ഒന്ന് വായിക്കാനൊക്കെ എടുത്തു തോന്നി. ഇതെന്തൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് അറിയണമല്ലോ. വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, എന്നിൽ നിന്ന് നീ പഠിക്കുക എന്നുള്ള ആ ഒരു ശബ്ദം എൻ്റെ മനസ്സിലേക്ക് വരിക. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. പക്ഷെ പല പുസ്തകങ്ങളും ഞാൻ ചെറുപ്രായത്തിൽ വായിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. മുമ്പേ പറഞ്ഞിരുന്നല്ലോ. പല പുസ്തകങ്ങളും ഇസ്ലാമിക ചരിത്രങ്ങളും ഖുർആനും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ സിനിമാ കഥകളാണെങ്കിലും അതൊക്കെ പൈസ കൊടുത്തുകൊണ്ട് വാങ്ങിച്ച് വായിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഖുർആൻ പഠിച്ചിട്ടും കിട്ടാത്ത എന്തൊരു അനുഭവമാണ്. എന്നോട് തന്നെ ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നുക, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കാം എന്നുള്ള ഒരു ശബ്ദം ഇങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു എക്കോ മുഴങ്ങുന്നത് പോലെ ഒരു മുഴക്കിങ്ങനെ തോന്നുക. ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. ആ വാക്യത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു ഞാൻ, എന്താണ് വാസ്തവത്തിൽ ഇതിനകത്ത്? ഇത് വളരെ ഈടുറ്റതായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയി, ഖുർആൻ ആണെങ്കിൽ ഇങ്ങനെ വാരി വലിച്ച് എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഇതാണ് ഈ സിസ്റ്റമാറ്റിക്കൽ. ആദ്യം മുതൽ തന്നെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ, ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മനുഷ്യന് നൽകിയിരിക്കുന്ന പാപമോചനം, രോഗസൗഖ്യം, മരണത്തിൽ നിന്നുള്ള വിടുതല്, ഓരോരുത്തരും യേശുയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ആ വലിയ മാറ്റത്തെ കുറിച്ച് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രമാത്രം ഈടിറ്റതാണല്ലോ വാക്കുകൾ. അപ്പൊ അങ്ങനെ വായിച്ച് ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ ചിന്തിച്ചങ്ങനെ തുടർന്ന് അങ്ങ് പോകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോൾ വീണ്ടും പറയാം, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ഒരു പ്രാവശ്യം ബൈബിൾ അങ്ങ് വായിച്ചു തീർന്നു. അപ്പോഴേക്കും എൻ്റെ ജീവിതത്തില് എന്തൊക്കെയോ ഇങ്ങനെ ഒരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ചില മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നു തുടങ്ങി. യേശു കർത്താവ് ചെയ്ത ഈ അത്ഭുതങ്ങളും മനുഷ്യന് നൽകിയതായ രോഗങ്ങളും സൗഖ്യങ്ങളും അവന്റെ ഒരു പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് ഈശോയുടെ കൊടുക്കുന്നതായ രോഗസൗഖ്യവും വിടുതലെല്ലാം കൂടെ ഇങ്ങനെ വായിച്ചപ്പോൾ ഇവിടെ ചെറുപ്രായത്തിലെ മദ്രസയിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ കണ്ടത്. ചുരുക്കി പറഞ്ഞാല് അദ്ദേഹം തന്ന പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഉണ്ടായിരുന്ന ആ പടത്തില്, അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആന, പൂജ, പുലി, കടുവ, ഇങ്ങനെയുള്ള ആ പ്രതീകങ്ങളായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള സകലവിധ അശുദ്ധികള്, തിന്മകള്, ഇതെല്ലാം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മദ്യപാനം, വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, കഠിനമായ വേദനകള്, അതിന്റെ മുറിവിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങള്,
ഇതെല്ലാം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവം. അത് മാത്രമല്ല, എന്നാൽ ബൈബിള് പറയുന്നത് മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്നാ. അത്രമാത്രം സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. വളരെ സ്ട്രോങ് ആയിട്ട്, നീ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റുകയില്ല എന്നുള്ള കാര്യം വളരെ അക്കമിട്ടുകൊണ്ട്, അടിവര ഇട്ടുകൊണ്ട് ബൈബിൾ പ്രസ്താവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിലൊരു മാറ്റം എനിക്ക് അവിടുന്ന് തന്നുകൂടെ കർത്താവേ? അങ്ങ് ഇതൊക്കെ ചെയ്തു എന്ന് അവിടെ അയക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ശരിക്കും ആ ബൈബിൾ വായനയായിരുന്നു അതിന്റെ തുടക്കം, അല്ലേ? തുടക്കം. അതിനുശേഷമാണ് നമ്മൾ ശരിക്കും ഒരു യഥാർത്ഥത്തിലുള്ള മാറ്റത്തിലേക്ക് വരുന്നത്, കടന്നു വരുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ആ തുടക്കത്തിലേക്ക് വന്നു. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങയുടെ ആ മാറ്റത്തിന്റെ അനുഭവങ്ങൾ ശരിക്കും കുറച്ചുകൂടെ വിശദീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ അതുവരെ നമുക്കൊരു ചെറിയ ബ്രേക്ക്. അടുത്ത എപ്പിസോഡിൽ അലി ഫിലിപ്പ് ബ്രദറിന്റെ തുടർ അനുഭവങ്ങൾ, മാനസാന്തര അനുഭവങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം.